എന്തിനായിരുന്നടാ ഈ ഡ്രാമ? ഒപ്പിന്റെ കാര്യത്തിൽ ബുദ്ധിപരമായിട്ട് ഒഴിഞ്ഞു മാറി. ഓക്കെ, എന്നാ കയ്യിൽ വരേണ്ടിയിരുന്ന സ്വത്തുക്കളെല്ലാം കളഞ്ഞു കുളിച്ചില്ലേ? ആര് കളഞ്ഞു വിളിച്ചു? മനസ്സിലായില്ലല്ലോ. ആനന്ദ് ചെല്ലപ്പൻ 5-6 പിള്ളേരൊന്നും ഇല്ലല്ലോ, അഭി മാത്രമല്ലേ ഉള്ളൂ. ഞാൻ വേണ്ട വേണ്ടാന്ന് പറഞ്ഞാലും ദാ എന്ന് പറഞ്ഞ് എനിക്ക് തന്നെ തരില്ലേ? സേട്ട്, പേപ്പർ മാത്രമേ ഞാൻ കീറിക്കളഞ്ഞുള്ളൂ, പക്ഷെ അവരുടെ മനസ്സിൽ ഞാൻ നന്നായി പതിഞ്ഞിട്ടുണ്ട്. നിനക്ക് നല്ലത് പറയണമെന്നാ എന്റെ ആഗ്രഹം. എന്നാലും ഒരു സംശയം. എന്താ? നിന്റെ അഭിയുടെയും കല്യാണം നിശ്ചയം നടക്കാൻ പോവാ. സപ്പോസ് ഇതിനിടയ്ക്ക് ആ ഒറിജിനൽ ഗുരു ഒന്ന് കയറിയ സോറി വരില്ല സേട്ട്, വരില്ല. പൊട്ടിത്തെറിക്കുന്ന പ്രായത്തിലുള്ളൊരു പെണ്ണിനെയും 10 തലമുറ ഇരുന്ന് തിന്നാലും തീരാത്ത സ്വത്തും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞൊരുത്തൻ പോവാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അതിന് സ്ട്രോങ് ആയിട്ടൊരു കാരണം ഉണ്ടാവും സേട്ടെ. ഇവൻ ബിജു രാധാകൃഷ്ണന്റെ അപ്പനാണ്. അതുകൊണ്ട് അവൻ വരില്ല. ഈ സ്ഥലം നിങ്ങൾ സൗത്താ? ഇത് മുംബൈ നാനാവതി ഹോസ്പിറ്റൽ. നിങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും ഞങ്ങൾക്കറിയില്ല. ഡോക്ടർ, എനിക്ക് അർജന്റായിട്ട് ചെന്നൈയിലേക്ക് പോകണം. നോ ഐ എം സോറി. ഇപ്പോൾ നിങ്ങളുടെ ഫിസിക്കൽ കണ്ടീഷന് അറ്റ്ലീസ്റ്റ് ഒരു മാസമെങ്കിലും ഇവിടെ റെസ്റ്റ് എടുക്കണം. ട്രെയിൻ ചെയ്യാനേ പാടില്ല. അത് ചെയ്താൽ നിങ്ങളുടെ ജീവൻ തന്നെ ആപത്താണ്. അല്ല ഡോക്ടർ, എനിക്ക് പോയേ പറ്റൂ. എനിക്ക് ആ ഫോണും തരാമോ? ഹേ അബി, നിന്റെ വിവാഹ നിശ്ചയം നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? കല്യാണ ചെറുക്കന് സൈറ്റ് അടിക്കാൻ എനിക്ക് തോന്നി. അതെ, ഈ മോഹൻലാൽ സിദ്ദിഖ്ലാലിന്റെ ആരാന്ന് പറഞ്ഞ വേണ്ടാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്താ അസംബ്ലിയാ? ആരെങ്കിലും 2 പ്രാവശ്യത്തിനുള്ളിൽ കഴിക്കുന്നുണ്ടോ പോയി നോക്ക്, ചെല്ല്. മോഹൻലാലിനെ മനസ്സിലായി. ഈ സിദ്ദിഖ്ലാൽ ആരാ? ഇപ്പൊ നീയും തുടങ്ങിയോ? വെറുതെ ഇരുന്നവനെ ഫംഗ്ഷന് വിളിച്ചു വരുത്തിട്ട് കോർണർ ചെയ്യണം നീ. ഇവരിത് എങ്ങോട്ടായിരിക്കോ? നമസ്കാരം. ഹലോ ഹലോ, ഞാൻ ഗുരുവാ സംസാരിക്കുന്നത്. ഹലോ, യെസ്, ഗുരു സ്പീക്കിംഗ്. ഇത് അബിയുടെ വീടല്ലേ? അതെ, ഞാൻ ഗുരുവാണ് സംസാരിക്കുന്നത്. അതെ, ഗുരുവാണ് സംസാരിക്കുന്നത്. ആരാ ഗുരു ഫോണിൽ? റോങ് നമ്പർ. ഓ, ഇതേത് പുതിയ നമ്പറാണല്ലോ ഗുരു. ദാ വരുന്നു. അബി, ഞാൻ ഗുരുവാ സംസാരിക്കുന്നത്. ഞാൻ ഗുരുവാണെന്ന് പറഞ്ഞില്ലേടാ. ഹലോ, ഗുരു, കാല് താഴ്ത്തി. എങ്ങനെ ഇരിക്കുന്നേ? എന്താ ഇത്? സാരമില്ല, വിട്ടേക്ക്. മൂത്തോരെ ആനന്ദ് ചെല്ലപ്പന്റെ ഏകപുത്രിയായ അഭി എന്ന അഭിനയിക്കും കല്യാണം നിശ്ചയിച്ചിരിക്കുന്നു. ശുഭമസ്തു.